ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പം കിഴങ്ങ് കറി വയ്ക്കാൻ വേണ്ടിയുള്ള കിഴങ്ങ് മുറിച്ച് ഉപ്പിട്ട് കുക്കറിൽ വയ്ക്കുന്നുണ്ട്. അതാവുന്ന സമയം കൊണ്ട് നമുക്ക് ഹസ്ബൻഡ് കൊണ്ടുപോകാനുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെക്കുകയാണ് ഞാൻ. എല്ലാ ദിവസവും ഹസ്ബൻഡിന് ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ഫ്രൂട്ടോട് ഞാൻ കൊടുത്തു വിടാറുണ്ട്. ഇന്ന് ആപ്പിളാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് അത് പാക്ക് ചെയ്യുകയാണ് ആദ്യം തന്നെ. അതിനുശേഷം നമുക്കിനി കറി ഉണ്ടാക്കാം. പാൻ വെച്ച് എണ്ണ ഒഴിച്ചു. ഇനി അതിലേക്ക് ഇത്തിരി കടുകിട്ടു. ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ആവശ്യമായ ഒരു അര കഷ്ണം സവാള ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുത്തു. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഇത് മൂന്നുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ഇത് മൂന്നും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പച്ചമണം മാറാൻ പാകത്തിന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട്. ഇല്ലെങ്കിൽ ആ ഒരു പച്ചമണം മസാലയുടെ ഒരു കുത്തൽ വരും, അതുണ്ടാവാതിരിക്കാനാണ് നന്നായി ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കിഴങ്ങ് വേവാനുള്ള ഉപ്പ് അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ഈ മസാലയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം മതി കേട്ടോ. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമ്മളുടെ മസാല ഏകദേശം ഒന്ന് റെഡിയായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഉടച്ചിട്ടുണ്ട് ഞാനത്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. മസാല എല്ലാം അതിൽ ഒന്ന് പാകമാവാൻ വേണ്ടി മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വെള്ളം അധികമാണ് വേണ്ടതെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് കണ്ടോ. നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പോൾ തിള വരാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും. അപ്പോൾ ഈ ഒരു പരിവാണ് ഞാൻ ഉണ്ടാക്കിയ കറിക്ക്. നിങ്ങൾക്ക് കറി കുറച്ചുകൂടെ തിക്കല്ലാതെയാണ് വേണ്ടതെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ഞാനിത്തിരി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതൊരു ടേസ്റ്റുമാണ്, ഭംഗിയാണ്. നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാം. അപ്പം മാവ് ഞാൻ ഇന്നലെ തയ്യാറാക്കി വെച്ചിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അരിയും പച്ചരിയും തേങ്ങയും ചേർത്തിട്ടാണ് അരയ്ക്കുക. തേങ്ങാ വെള്ളം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും, ഇത്തിരി പഞ്ചസാര ചേർക്കും കേട്ടോ, ഈസ്റ്റൊന്നും ഇല്ലാത്തത് കൊണ്ട്. ഇത് നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല അപ്പമാണ്. അപ്പോൾ ഞാൻ അപ്പം കൂടെ ഒന്ന് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ഒരു ബിസി ടൈമാണ്. നമുക്കപ്പോൾ വേഗം എന്ത് ചെയ്യണം, എല്ലാം ചെയ്ത് ആക്കിയാലേ 7 മണിയാകുമ്പോഴേക്ക് ഹസ്ബൻഡ് കൊടുത്തു വിടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാനൊത്തിരി ഹറിബറി ആയിട്ട് എന്ത് ചെയ്യാണ്, വേഗം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൊണ്ടുപോകാനുള്ള അപ്പം റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, പാക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പാക്ക് ചെയ്യാണ്. അപ്പം വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ കറി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ മുകളിലുള്ള അപ്പത്തിൽ മാത്രമേ കറി ഉണ്ടാവുള്ളൂ. അത് ഞാൻ എന്ത് ചെയ്യും, ഓരോ അപ്പം വെച്ചിട്ടും അതിൽ കറി ചേർത്ത് കൊടുക്കും. അപ്പം കുറച്ചുകൂടെ സോഫ്റ്റുമായി നിൽക്കുമല്ലോ, നമ്മൾ കഴിക്കുമ്പോഴേക്കും ഒന്നുകൂടെ ഒന്ന് കറിയായിട്ട് ചേർന്ന് നിൽക്കും. അപ്പം ഓരോ അപ്പം വീതം വെച്ച് കൊടുത്ത് കറിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കുന്നത് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്തെങ്കിലും പുതിയ ഐഡിയാസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അപ്പമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ എന്നും ഒരു ഫ്രൂട്ടും കൂടെ ഹസ്ബൻഡ് കൊടുത്തു വിടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ആപ്പിളാണ്. അപ്പോൾ ഞാൻ അത് ഓൾറെഡി പാക്ക് ചെയ്തു. അപ്പോൾ അപ്പവും ഏകദേശം റെഡിയായി. കറിയൊക്കെ വെച്ച് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. നമുക്ക് എന്ത് ചെയ്യാം, ഇത് പാക്ക് ചെയ്ത് കൊടുത്തു വിടാം. അപ്പവും കറിയും റെഡിയായി, നമ്മളുടേതായി. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.